കൂട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ചവ്വരി വെച്ചാണ് നമ്മളിത് തയ്യാറാക്കിയിട്ടുള്ളത്. ചവ്വരി നമ്മൾ സേമിയയുടെ കൂടെയും അടപ്രഥമൻ്റെയൊക്കെ കൂടെയല്ലേ ചേർക്കാറ്. എന്നാൽ സെപ്പറേറ്റ് ആയിട്ട് തയ്യാറാക്കി നോക്കൂ. ഒരു പ്രത്യേക രുചിയാണ്. പാലിൽ നെയ്യും കാഷ്നട്ടും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തിട്ട് മധുരമൊക്കെ ചേർത്ത് ഒരടിപൊളി ടേസ്റ്റിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ കൊഴുപ്പൊക്കെ മാറ്റണം. അതൊക്കെ എങ്ങനെയാണെന്ന് വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടിട്ട് അഭിപ്രായം പറയൂ. ചവ്വരി തനിയെ വെക്കാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ലൊരു രുചിയാണ് പായസം കഴിക്കാനൊക്കെ. ആദ്യം നമുക്ക് ആവശ്യത്തിനുള്ള ചവ്വരി, ചില സ്ഥലങ്ങളിൽ സാബുദാന എന്ന് പറയും, സാബൂൺ അരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഒരു അര ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് കുതിർത്തെടുക്കണം. അതിനായിട്ട് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 15 മിനിറ്റ് നേരം അടച്ചു വെക്കണം കേട്ടോ. ഇങ്ങനെ കുതിർത്തെടുത്ത് നമ്മൾ തയ്യാറാക്കി എടുക്കുമ്പോൾ ചവ്വരി പായസത്തിന് നല്ലൊരു ടേസ്റ്റാണ്. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം മതിയാവും. ഇതേപോലെ ഒന്ന് അടച്ചു വെക്കണം ഒരു 15 മിനിറ്റ്. ഇതൊരു മരച്ചീനിയിൽ നിന്ന് എടുക്കുന്ന ഒരു സത്താണ്. ഈ ഉരുളകളാക്കി വേർതിരിച്ചെടുക്കുന്നതാണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ. എന്നാലും പല റെസിപ്പീസ് നമ്മളിത് ചെയ്യാറുണ്ട്. എന്നാൽ ഇതേപോലെ ഒരു പായസം തയ്യാറാക്കി നോക്കൂ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞെടുത്തപ്പോൾ നന്നായി കുതിർന്ന് വീർത്ത് വന്നു. അതൊന്ന് കഴുകിയെടുത്ത് അതിൻ്റെ ആവശ്യമില്ലാത്ത കൊഴുപ്പൊക്കെ ഒന്ന് കളഞ്ഞ് വെള്ളം വാരാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല ഫ്രഷ് ആയിട്ടുള്ള സാബുനരി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം ചവ്വരി എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം ഒരു അടി കട്ടിയുള്ള പാത്രത്തിലെടുക്കണം. അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള കടായിയോ ഉരുളിയിലൊക്കെ ചെയ്താൽ അടിപൊളിയാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് ചെയ്തതുകൊണ്ട് സ്റ്റീൽ കടായിലാണ് എടുത്തത്. ഇരട്ടി വെള്ളം ഒഴിച്ചു, തിളപ്പിച്ചു, കഴുകി കുതിർത്ത് ഊറ്റി വെച്ചിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് കൈവിടാതെ ഇളക്കി അതൊന്ന് വേവിച്ചെടുക്കണം. ഒന്നും കൂടി പെട്ടെന്ന് തന്നെ വേവും. കുതിർന്നതുകൊണ്ട് തന്നെ കൈവിടാതെ ഇളക്കണം കേട്ടോ. അടിയൊന്നും പിടിക്കണ്ട. കൂട്ടുകാരെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. നല്ല പോലെ വെന്നു. കൈവിടാതെ ഇളക്കിയിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ. നല്ല ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം. നമുക്കിതാ ഓരോന്ന് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും. നല്ല പോലെ വെന്തിട്ടുണ്ട്. കുതിർന്നത് കൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കിത് വേവിക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ പശുവിൻ്റെ പാലാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ പാക്കറ്റ് പാലൊക്കെ കിട്ടില്ലേ, അതൊക്കെ ഉപയോഗിച്ചാലും മതി. വേണ്ടവർക്ക് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്യാം. ഞാനിവിടെ മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്തിട്ടില്ല. പഞ്ചസാരയാണ് മധുരത്തിന് ചേർത്തത്. ഇത് തന്നെ നല്ല കുറുകി വന്നോളും. ഇതിനൊരു കൊഴുപ്പാണ്, എല്ലാവർക്കും അറിയാം. കൈവിടാതെ നമ്മളിത് വീണ്ടും ഒന്ന് കുറുക്കിയെടുക്കണം. പാലിലും ഒക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. കൂടെ ആവശ്യത്തിനുള്ള മധുരവും കൂടി ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ അവരവരെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ അളവൊന്നും കൃത്യം പറയുന്നില്ല, നോക്കിയിട്ട് ചെയ്താൽ മതിയല്ലോ. കൈവിടാതെ കുറുക്കിയെടുക്കണം കേട്ടോ. അടി പിടിക്കരുത്, കട്ടയൊന്നും പിടിക്കില്ല, സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും. ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് കുറുക്കി ഈ മധുരവും പാലും ഒക്കെ ഈ ചവരിയിലേക്ക് നന്നായി ഒന്ന് പിടിച്ച് വരട്ടെ. ഈ സമയത്ത് തന്നെ അല്പം നെയ്യിൽ കാഷ്നട്ടും റേസിൻസും അവരവരെ ഇഷ്ടം പോലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് അവസാനമാകുമ്പോൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഒരു ബ്രൗൺ കളറാവുന്നവരെ മൂപ്പിച്ചെടുത്താൽ മതി കേട്ടോ. കൈവിടാതെ വേണം ഇത് ഈ പായസം ഇളക്കി നമുക്കിത് വേവിച്ചെടുക്കണം. നല്ല ട്രാൻസ്പെറൻ്റായി പാലിൽ കണ്ടില്ലേ ചവരി കിടക്കുന്നത് കണ്ടോ. സ്റ്റവ് ഓഫ് ചെയ്ത് അല്പസമയം കഴിഞ്ഞ് തണുത്താൽ കുറച്ചുകൂടെ കുറുകി വരും കേട്ടോ. ഒരു അടിപൊളി പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കൂ.